ഇതാ സാറേ ഇവന്റെ അവസ്ഥ. ഉത്തരവാദിത്വവും ബോധവും ഇവന്റെ അടുത്തൂടെ പോയിട്ടില്ല. ചായ കുടിക്കും. മോൻ്റെ പ്രായമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും നമ്മളെ അവസ്ഥ ആലോചിക്കണ്ടേ, സാഹചര്യം മനസ്സിലാക്കണ്ടേ. മോനെ കുറ്റപ്പെടുത്തിയതല്ല, സാധാരണ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള പാട് മോനെ അറിയാലോ. എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറി പ്രതീക്ഷയോടെ നിൽക്കുന്ന എത്ര മനുഷ്യരെ നമുക്ക് ചുറ്റുമുണ്ടെന്നറിയോ. ഇതിപ്പോൾ നിർഭാഗ്യം കൊണ്ട് നമുക്കൊരവസരം വന്നു. മോൻ്റെ അച്ഛൻ സർവീസിലിരിക്കുമ്പോൾ മരണപ്പെട്ടു. ശരി, നമുക്ക് മുമ്പോട്ട് ജീവിക്കണ്ടേ? അച്ഛൻ്റെ ജോലി ഏറ്റെടുക്കുക, അമ്മയും പെങ്ങളെയും നോക്കുക. മോൻ്റെ ജീവിതം ഒരു കരക്കത്തില്ലേ? അവൻ ഈ ജോലി ഏറ്റെടുക്കാതിരിക്കാൻ എന്നോട് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ സാറിന്? അവന് പോലീസ് ജോലി പേടിയാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ സാറേ പറയാ? മോൻ്റെ അച്ഛൻ്റെ കൂടെ 10 വർഷം പണിയെടുത്ത ആളാണ് ഞാൻ. പുള്ളി എന്നും പറയും മക്കളുടെ കാര്യം. നിന്നെ ഒരു SI ആക്കണമെന്നായിരുന്നു പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത്. മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ ജീവിക്കണമെന്നല്ല, പക്ഷേ സാഹചര്യത്തിനൊത്ത് ജീവിക്കാൻ പഠിക്കണം. ഇതെന്നെ മോനായിട്ട് വൈകിപ്പിച്ച് ഈ ഒരു അവസ്ഥ കൊണ്ടെത്തിച്ചില്ലേ? ഇവൻ്റെ പ്രായം വെച്ച് കോഴ്സ് തന്നെ കിട്ടിയാണ്. ഫിസിക്കൽ മാത്രം നോക്കിയാൽ മതിയായിരുന്നല്ലോ. സർവീസിലിരിക്കെ മരണപ്പെട്ട 2 വർഷത്തിനകം ജോലിക്ക് കയറണമെന്നാണ് സർവീസ് ചട്ടം. ഇതിപ്പോൾ വൈകിപ്പോയ സ്ഥിതിക്ക് നടക്കുമെന്നറിയത്തില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? എന്തേലും ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ സാറേ? വളച്ചു കെട്ടുന്നില്ല. പാർട്ടിക്കാർ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കും. കാര്യമാണ്, പാർട്ടി വിചാരിച്ചാൽ സർക്കാർ വിചാരിക്കും. കേരള പോലീസിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് DGP IG ഒന്നുമല്ല, അസോസിയേഷൻ നേതാക്കളും ഇവിടുത്തെ പാർട്ടി നേതാക്കളുമാണ്. പാർട്ടി സെൻറ്ററിൽ നിന്ന് വിചാരിച്ചാൽ ഏത് ഫയലും നീങ്ങും. കറുത്തവും വെളുക്കും, വെളുത്തവും കറക്കും. പരീക്ഷ എഴുതാത്തവന് റാങ്കും കിട്ടും. പക്ഷെ വിചാരിക്കണം, പാർട്ടി അനുഭാവികൾ ഫോഴ്സിലുണ്ടാവേണ്ടത് അവരുടെ ആവശ്യമാണ്. മല്ലികയുടെ വല്യമ്മച്ചി പണ്ട് പുന്നപ്ര സമരത്തിൽ പങ്കെടുത്തൊക്കെ അല്ലേ? ഇന്നതിൽ കാര്യമൊന്നുമില്ല. എന്നാലും ഇതൊക്കെ പറഞ്ഞ് കാണേണ്ടവരൊക്കെ കാണുക. ഭാഗ്യമുണ്ടേ നടക്കും. അമ്മ കഴിക്കുന്നില്ലേ? അമ്മ മാറിക്കും. അമ്മ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേക്കണ്ട. നീ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം. അത് ഞാൻ കുറെ കേട്ടതാണല്ലോ. എടാ, അവനവനോട് ആത്മാർത്ഥത കാണിക്കാത്തവര് മറ്റുള്ളവരോട് അതെങ്ങനെ കാണിക്കാനാ? ജീവിതത്തെ എങ്ങനെ നേരിടാനാ? അപ്പൊ എന്തോ ചെയ്യും? പേടിയാണ്, കഴിയില്ല, ഇഷ്ടമല്ല, അങ്ങനെ ഒരു 100 എക്സ്ക്യൂസസ് പറയും. പിന്നെ ഈ കാര്യം ഇനി നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നെക്കൊണ്ടാവും വിധം ഞാൻ അതിന് ശ്രമിക്കും. അപർണയ്ക്ക് 18 വയസ്സായല്ലോ. ജോലി നമുക്ക് അവക്ക് കൊടുക്കാം. ഒന്നുമില്ലേലും നിന്നെക്കാളും ധൈര്യവും ബോധവും അവക്കുണ്ട്. ഒരു കാര്യം എൻ്റെ മോനെ ഓർത്തോ, ജീവിതം നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കത്തില്ല. വീഴും തോറും കയറിയേ പറ്റത്തുള്ളൂ. ഉള്ള ബീഫ് ഫെസ്റ്റും ഫുഡ് ഫെസ്റ്റും ഒക്കെ നടത്തി ഇപ്പോൾ ബീഫ് ഇല്ലാണ്ട് ഒരു നേരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
അയ്യപ്പദാസ് അല്ലേ? ആ കേട്ടോ സഖാവ് അയ്യപ്പ? സഖാവ് അയ്യപ്പൻ, സഖാവ് ദാസ്, നമുക്കത് പിടിക്കാം. അല്ല, നമ്മുടെ ഒരു ലൈൻ അത് മതി. അയ്യപ്പൻ നമുക്ക് വേണ്ട. അപ്പം നദീറേ, നീ പറഞ്ഞ കാര്യം ഇത്തിരി പ്രശ്നമാണ്. പ്രശ്നമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളതല്ല, പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. സഖാവ് ഇവനെൻ്റെ കൂടെ പഠിച്ചതാണ്. മാത്രമല്ല പാർട്ടി അനുഭാവിത്തുള്ള കുടുംബമാണ്. പക്ഷേ ഇപ്പം സ്ഥിതി കുറച്ച് കഷ്ടത്തിലാണ്. ഇതൊരു കച്ചിത്തുരുമ്പാണ്. ഹ, എന്ന് പറഞ്ഞാൽ എങ്ങനെ? ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യണ്ടേ? ഇത് കാലാവധി കഴിഞ്ഞ കേസല്ലേ? PSC ലിസ്റ്റ് കയറിയ കുറയണേ എന്നും സമരവും കണ്ണീരുമായിട്ട് നടക്കുക. വഴിവിട്ടെന്തെങ്കിലും കാണിച്ചാലേ പണിയാകും. നേരായ മാർഗത്തിലൂടെ എന്തായാലും നടക്കത്തില്ല. പിന്നെ ആഭ്യന്തരത്തിൽ കളിക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി വിചാരിക്കണം. എന്ത് ചെയ്യും? ആ മതിരെ, ദാ ഇത് കൊടുത്തു. വേണ്ട, ഞാൻ കൊടുത്തോളാം. വേണ്ട വേണ്ട, ഇതങ്ങോട്ട് വിട്. നീ ചെല്ലേ. അതെ, ഈ പാവങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ആവശ്യം തട്ടുകട നടത്തുന്നവനെയോ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവനെയോ ഒന്നുമല്ല. മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥർ. ഫോഴ്സിലാണെങ്കിൽ താല്പര്യം കൂടും. എനിക്ക് നിന്റെ കാര്യത്തിൽ താല്പര്യമൊക്കെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞാനും ഒരു ഈഴവനാണ്. നമ്മുടെ സമുദായം ഗുണം പിടിച്ച് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ അംബേദ്കർ അംഗീകരിക്കാത്തതുകൊണ്ട് ജാതിയൊക്കെ പച്ചയ്ക്ക് പറയും. പിന്നെ ഓർത്തോ, ഈ പാർട്ടി ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം അവന് മാത്രം നിയന്ത്രിക്കാൻ പറ്റില്ല. അതിനൊരവകാശം ഉണ്ടാവും. അതായത് നഷ്ടക്കളിക്ക് ഞങ്ങൾ നിൽക്കാറില്ലെന്ന സാരം. എന്താ ഉറപ്പിക്കാവോ? വാ. എന്താടാ ഇരിക്കടാ. എന്തായി പോയ കാര്യം? പോയ കാര്യം സംഭവം ഒക്കെയാടാ. അഭയൻ സഖാവ് പറഞ്ഞതാ. ആ, അത് നന്നായി. മാത്രമല്ല ജില്ലാ സെക്രട്ടറി ഇടപെട്ട കാര്യം നടക്കും. പാർട്ടിക്കാരിടപെട്ട ഇതൊക്കെ ഇത്ര വേഗം നടക്കുമല്ലേ? ഓ, സമ്മതിക്കണം. മോനെ ലിജു, നീ പാർട്ടിയെ തൊട്ട് കളിക്കണ്ട. ഇവിടെ ഞങ്ങൾ വിചാരിച്ച എന്തും നടക്കും. കാരണം ഭരിക്കുന്നത് ഞങ്ങളാണ്. ഓ. പിന്നെ ഇവൻ, നീ ഫോഴ്സിൽ കയറിയിരിക്കും. എൻ്റെ പൊന്ന് നദീറേ, പോലീസ് എന്നൊക്കെ പറഞ്ഞ ഇവരെ കൊണ്ട് കൂട്ടിയാൽ കൂടു. ഓ, വെറുതെ ഡാർക്ക് അടിക്കല്ലേ. എടാ, സംഭവം നല്ല പരിപാടിയാണ്. പിന്നെ അവസാന തീരുമാനം അത് നിന്നെയാണ്. നല്ലോണം ആലോചിച്ചിട്ട് മതി. അമ്മേനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. പോലീസ് എങ്കിൽ പോലീസ് വരുന്ന പോലെ വരട്ടളിയാ. സാർ ഓക്കെയാണ്. ഇതിലാ മറ്റേ വെബ് സീരീസ് ഒക്കെ കിട്ടുമോ? കിട്ടും സാർ, നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇതിനകത്ത് കിട്ടും. എനിക്ക് ആ മണി ഈസ്റ്റ് ഒന്ന് കാണണം. അതൊന്ന് സെറ്റ് ചെയ്തേക്ക്. ഓക്കെ സാർ. ഈ എന്റർടൈൻമെന്റ് സെക്ടർ മുഴുവൻ അമേരിക്കൻ കുത്തക മുതലാളിത്വ ബൂർഷ്വാസികളുടെ കയ്യിലാണല്ലോ. പക്ഷേ എനിക്കിത് കാണാതിരിക്കാനും പറ്റുന്നില്ല. ശരി, നമ്മൾ പറഞ്ഞു വന്നത് ആശ്രിത നിയമനം വഴി ജോലി കിട്ടുമെന്നുണ്ടായിരുന്നിട്ടും നീ എന്താ ഇതിനെ വെച്ച് താമസിപ്പിച്ചത്? ഇവന്റെ ഡോക്യുമെന്റ്സ് അസോസിയേഷൻ ഓഫീസിലെ ബിജുവിനെ ഏൽപ്പിച്ചേക്ക്. ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഈ പാർട്ടി എന്നും സാധാരണക്കാരന്റെ പാർട്ടിയാണ്. അവന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന പാർട്ടി. എന്നാ ഒരുങ്ങിക്കോ, നമുക്കിത് ശരിയാക്കാം. എന്നാ ചെല്ലുദാസേ.